അയ്യോ എന്താണ് തെറ്റ്? ഇന്നലെ രാത്രി നീ മായാപ്പിളെ ക്വസ്റ്റ്യൻ ചെയ്ത് മാനസികമായിട്ട് ശാരീരികമായിട്ടും തളർത്തി. എല്ലാം ഞാൻ അറിയണ. താൻ എന്ത് കോപ്പാണ് പറഞ്ഞത്? ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ കൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയിപ്പിക്കും. ഞാൻ DGP ആണെങ്കിൽ ഇനി നീ കാക്കി വേഷം ഇടത്തില്ല, നീ സ്റ്റേറ്റ് പോലീസിൽ കാണത്തില്ലടാ. സാറിന് ഇത് തൊപ്പി അടിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ പറയാോ? തൊപ്പി അടിച്ചു അടിച്ച് കരണക്കുറ്റി ഞാൻ പൊളിക്കോടാ പന്ന. ഞാൻ എന്ത് ബുദ്ധിമുട്ടായി കാണിച്ചു? അത് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. ആഫ്റ്റർ ഓൾ ഈസ് എ DGP. സർ, കണ്ടവന് വേണ്ടി കുരയ്ക്കാൻ മാത്രം അറിയാവുന്ന ഇയാളോടല്ല ചോദിക്കേണ്ടത്. ഈ മരണം ആഘോഷിക്കുന്ന കുറെ മേലാളന്മാരുണ്ട് പവറാണിൽ, അവന്മാരോട് ഞാൻ ചോദിച്ചോളാം. എവിടാ പവർ ഓൺ സിൻഡിക്കേറ്റ്? ആദ്യം അന്വേഷിക്കുന്ന പവർ ഓൺ സിൻഡിക്കേറ്റുമായി യാതൊരു ബന്ധവും എനിക്കില്ല. പവർ ഓൺ പോയിട്ട് ഒരു മണ്ണെണ്ണ ജനറേറ്റർ വാങ്ങിക്കാൻ പോലുള്ള ത്രാണി എനിക്കില്ല. പിന്നെ ആരാടാ? എന്നെ ഒന്നും ചെയ്തത് ഞാൻ പറയാം. തമ്പുരാൻ! നാം നമ്മെ പരിചയപ്പെടുത്തട്ടെ. ഇളയെടുത്ത് കൊട്ടാരത്തിലെ വിശാഖം തിരുനാൾ പ്രതാപവർമ്മ, യുവരാജാവ്. അതിലൊക്കെ അപ്പുറം ഈ പവർ ഓണിന്റെ എല്ലാം ഇലക്ട്രിക്കൽ മാഫിയക്കെതിരെ നീ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ പരിസമാപ്തി എന്റെ മുമ്പിലാവണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. നീ നടത്തിയ ഓരോ നീക്കവും ഞാൻ വെട്ടിയത് നീ അറിഞ്ഞില്ല. അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തും എന്റെ മുഖം നീ തിരിച്ചറിഞ്ഞില്ല. നിന്റെ ഹാൻഡ് കഫിനുള്ളിൽ എന്റെ കൈകൾ വീഴില്ല. എന്റെ ഹാൻഡ് കഫിനുള്ളിൽ നിന്റെ കൈയും വീഴും. ഞാൻ ഒരുക്കുന്ന കൊലക്കയറിൽ നിന്റെ കഴുത്തും കുടുങ്ങൂടാ. Oh!
എന്തിനാണോ ഈ പരേഡ്? മൂർത്തി ക്ഷമിക്കണം സർ. കാക്കിയിട്ടിരിക്കുന്ന ഈ പാവങ്ങളുടെ ദേഹത്തിലെ കൊഴുപ്പിളക്കാനാണോ? മൂർത്തി പോവും. ഐ വിൽ സസ്പെൻഡ് യു. താൻ എന്നെ ഒരു കോപ്പും ചെയ്യത്തില്ല. താ കിടക്കുന്നതിന്റെ രാജിക്കത്ത്. ഇപ്പൊ ഞാൻ തന്നെ മുന്നിൽ നിൽക്കുന്നത് സഖാവ് കൃഷ്ണമൂർത്തിയായിട്ട്. ഈ നിമിഷം മുതൽ എന്റെയും രാമദേവ നായനാരുടെ യൂണിഫോമിന്റെ നിറം കാക്കിയല്ല, കടും ചുവപ്പ. അത് ഇനിയും ചുവക്കോടൂ. തന്റെയും തന്നെ മറ്റവന്മാരുടെയും ചോരയുടെ നിറം കൊണ്ട് താൻ കൂടുതൽ മൂപ്പിക്കുന്നു വേണ്ടുക. പെറ്റ തള്ളയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പോലും താൻ കാണിച്ച നാടകമൊക്കെ ഈ നാട്ടിലെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ലാണ്ട് താൻ കരുതണ്ട. താൻ തല്ലിച്ചരച്ച ശരീരവും ചവിട്ടി തേച്ച മനസ്സുമായി ആർമി ഇപ്പോഴും ആശുപത്രിയിലാടോ. കിടക്കട്ടടോ, അവരിനി സ്റ്റേറ്റ് പോലീസ് ചിരക്കണ്ട. വടിയെ കുത്തി നടക്കാറാകുമ്പോ വല്ല രേഖാ കോർപ്പറേഷന്റെയോ അണ്ടിക്കമ്മയുടെയോ MD ആക്കാം. അല്ലെങ്കിൽ താനിപ്പോ ചെയ്യുന്ന പോലെ പോലീസിലെ ഊത്തുകാരനാക്കാം. പോരെ? പോരാ. പലതരത്തിൽ ഊതാൻ താൻ തയ്യാറുള്ളപ്പോ ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള വേക്കൻസി ഇല്ലുവാ. ഒന്നോർത്തു, എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇനി ഞാൻ ചെലവഴിക്കാൻ പോകുന്നത് ആദ്യയുടെ ആയുസ് കൂട്ടാനായിരിക്കും. തിരിച്ചു കൊണ്ടുവരും ഞാൻ അവനെ, തന്റെയൊക്കെ തലയ്ക്ക് മീതെ കൂടെ. എന്തിനാണെന്നോ? നിന്റെയും നിന്റെ രാജാക്കന്മാരുടെയും തല കൊയ്യാൻ. Count down on that. കേരളം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒപ്പം തനിക്ക് പകരം വീട്ടേണ്ടത് വിധി ഒരുക്കി തന്ന ഒരു അവസരമാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ദിനേശ് സിംഗ് സാർ നമുക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്താ അതിന്റെ തീരുമാനം? എനിക്ക് പോണം സാർ. അന്ന് എന്നെ ഒന്നും അല്ലാതാക്കി ജീവച്ഛവമാക്കി വലിച്ചെറിഞ്ഞപ്പോ വിലപ്പെട്ടതെല്ലാം ഇട്ടെറിഞ്ഞ് എനിക്ക് താങ്ങായി തണലായി എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നവളാണ് എന്റെ ഇന്ദിര. ഇന്ന് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് ശക്തിയായി ആവേശമായി ഇവളും എന്നോടൊപ്പം ഉണ്ടാവണം. നിന്നോടും എന്നെ ഞാനാക്കി മാറ്റിയ ഈ മൂർത്തി സാറിനോടുള്ള കടപ്പാട് കൂടിയായിരിക്കും എന്റെ ഈ തിരിച്ചുപോക്ക്.